ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രിയ സുബലക്ഷ്മി. പ്രധാന വാർത്തകൾ. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 75 രൂപയുടെ നാണയം പുറത്തിറക്കും. 8 ജൈവ സമ്പുഷ്ടീകൃത വിളകളുടെ 17 ഇനങ്ങൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ലോകബാങ്ക് ധനസഹായത്തോടെയുള്ള സ്റ്റാൾസ് പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. കേരളം ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾക്ക് പ്രയോജനം. രാജ്യത്തെ പ്രധാനപ്പെട്ട ഹൈവേകളിലും അതിവേഗ പാതകളിലും വൈദ്യുതി വാഹനങ്ങൾക്ക് ചാർജിംഗ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതി ക്ഷണിച്ചു. കേരളത്തിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 6244 പേർക്ക്. സംസ്ഥാനത്തെ കോവിഡ് ഡിസ്ചാർജ് മാർഗരേഖ പുതുക്കി. ലോകത്തെ സാമ്പത്തിക മാന്ദ്യം പ്രതീക്ഷിച്ചത്ര തീവ്രമാവില്ലെന്ന് IMF. യൂറോപ്യൻ രാജ്യങ്ങളിൽ വീണ്ടും കോവിഡ് വ്യാപനം. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ഭക്ഷ്യ കാർഷിക സംഘടനയുമായുള്ള ദീർഘകാല ബന്ധത്തിന്റെ സ്മരണാർത്ഥം സംഘടനയുടെ 75ാം വാർഷിക ദിനമായ ഒക്ടോബർ 16-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 75 രൂപയുടെ പ്രത്യേക നാണയം പുറത്തിറക്കും. സമീപകാലത്ത് വികസിപ്പിച്ച 8 ജൈവ സമ്പുഷ്ടീകൃത വിളകളുടെ 17 ഇനങ്ങൾ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദ്. കൃഷി, പോഷണം എന്നീ മേഖലകളിൽ കേന്ദ്ര ഗവൺമെന്റ് നൽകിയിരിക്കുന്ന മുൻഗണനയും പട്ടിണി, ന്യൂനപോഷണം, പോഷകാഹാരക്കുറവ് എന്നിവ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയും ഈ പരിപാടിയിലൂടെ പ്രതിഫലിക്കുന്നു. രാജ്യത്തെ അംഗൻവാടികൾ, കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ, ജൈവ ഹോർട്ടിക്കൾച്ചർ മിഷനുകൾ എന്നിവ ഗവൺമെന്റ് പരിശ്രമങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. കേന്ദ്ര കൃഷിമന്ത്രി, ധനമന്ത്രി, വനിതാ ശിശു വികസന മന്ത്രി എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും. സാമ്പത്തികപരമായും പോഷണപരമായും പിന്നാക്കം നിൽക്കുന്ന ദുർബല വിഭാഗങ്ങളെ ശാക്തീകരിക്കുന്നതിന് ഭക്ഷ്യ കാർഷിക സംഘടന നടത്തുന്ന ശ്രമങ്ങൾ സമാനതകളില്ലാത്തതാണ്. ഭക്ഷ്യ കാർഷിക സംഘടനയുമായി ഇന്ത്യയ്ക്ക് ചരിത്രപരമായ ബന്ധമാണുള്ളത്. 2016 അന്താരാഷ്ട്ര പയർവർഗ്ഗ വർഷമായും 2023 അന്താരാഷ്ട്ര ചെറുധാന്യങ്ങളുടെ വർഷമായും ആഘോഷിക്കാനുള്ള ഇന്ത്യയുടെ ശുപാർശകൾ FAO അംഗീകരിച്ചിട്ടുണ്ട്. വളർച്ചക്കുറവ്, പോഷണക്കുറവ്, വിളർച്ച, ജനന സമയത്തെ കുഞ്ഞിന്റെ ഭാരക്കുറവ് എന്നിവയെല്ലാം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് 100 ദശലക്ഷം പേരെ ഉൾപ്പെടുത്തിയുള്ള ബൃഹത്തായ പോഷൺ അഭിയാൻ പദ്ധതിക്ക് രാജ്യത്ത് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ലോകത്ത് 200 കോടിയോളം പേർ സൂക്ഷ്മ പോഷക അഭാവം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. കുട്ടികളിലെ മരണത്തിന്റെ 45% പോഷക അഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഒന്നാണിത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ദേശീയ കാർഷിക ഗവേഷണ സംവിധാനത്തിന് കീഴിൽ ഇത്തരം 53 ഇനങ്ങൾ കഴിഞ്ഞ 5 വർഷമായി വികസിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോകബാങ്ക് സഹായത്തോടെ നടത്തുന്ന സ്റ്റാൾസ് പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. കേരളം ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളിലെ സ്കൂളുകളിലെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. 5718 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്കായി ലോകബാങ്ക് $500 ദശലക്ഷം ധനസഹായം നൽകും. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഉദയവും നാഴികക്കല്ലുമാകും പദ്ധതിയെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ അഭിപ്രായപ്പെട്ടു. ജമ്മുകശ്മീരിലെ സോജില തുരങ്കപാതയ്ക്കായി നടത്തുന്ന നിയന്ത്രിത സ്ഫോടനത്തിന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നാളെ തുടക്കം കുറിക്കും. സോജില ചുരത്തിന് താഴെയായി നിർമ്മിക്കുന്ന തുരങ്കപാത ശ്രീനഗർ, ലേ എന്നീ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. 14.15 കിലോമീറ്റർ നീളമുള്ള പാത ഏകദേശം 3000 അടി മുകളിലാണ് സ്ഥാപിക്കുന്നത്. രാജ്യത്തെ പ്രധാനപ്പെട്ട ഹൈവേകളിലും എക്സ്പ്രസ് റോഡുകളിലും വൈദ്യുതി വാഹനങ്ങൾക്കുള്ള ചാർജിംഗ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനായി കേന്ദ്ര സർക്കാർ പദ്ധതി രേഖ ക്ഷണിച്ചു. വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇന്ധന സ്ഥാപനങ്ങൾ, മറ്റ് സ്വകാര്യവും അല്ലാത്തതുമായ സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നാണ് ഖനവ്യവസായ വകുപ്പ് അപേക്ഷകൾ ക്ഷണിച്ചത്. രാജ്യത്ത് വൈദ്യുതി വാഹനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുകയും പൊതുഗതാഗതം സമ്പൂർണ്ണമായി വൈദ്യുതിവൽക്കരിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതി പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു. വെർച്വൽ റാലികൾക്ക് ശേഷം യഥാർത്ഥ റാലികൾ പ്രചാരണ രംഗത്ത് സജീവമാകുന്നു. റോഹ്താസിലും ഔറംഗാബാദിലും നാളെ നടക്കുന്ന റാലികളിൽ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ വരും ആഴ്ചകളിൽ വിവിധ റാലികളിൽ പങ്കെടുക്കും. RJD നേതാക്കളായ തേജസ്വി യാദവ്, തേജ് പ്രതാപ്, RLSP നേതാവ് ഉപേന്ദ്ര കുശ്വാഹ തുടങ്ങിയവരാണ് മഹാസഖ്യത്തിന്റെ മുഖ്യ പ്രചാരകർ.
കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി വിഭാഗം എൽഡിഎഫിൽ. കോട്ടയത്ത് നേതൃയോഗത്തിന് ശേഷം ജോസ് കെ മാണി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നിർണായക രാഷ്ട്രീയ പ്രഖ്യാപനമുണ്ടായത്. കർഷകർക്ക് വേണ്ടി എൽഡിഎഫിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള കേരള കോൺഗ്രസ് എം തീരുമാനം കേരള രാഷ്ട്രീയത്തിൽ ശക്തമായ പ്രതിഫലനമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കെ എം മാണിയുടെ ആത്മാവ് ജോസ് കെ മാണിയുടെ പ്രവൃത്തി പൊറുക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല പ്രതികരിച്ചു. ഹത്രാസിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിനും സാക്ഷികൾക്കും സുരക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. കുടുംബത്തിനും സാക്ഷികൾക്കും മതിയായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. കേരളത്തിൽ ഇന്ന് കോവിഡ്-19 സ്ഥിരീകരിച്ചത് 6244 പേർക്ക്. 7792 പേർ രോഗമുക്തി നേടി. മലപ്പുറം 1013, എറണാകുളം 793, കോഴിക്കോട് 661, തൃശൂർ 581, തിരുവനന്തപുരം 581, കൊല്ലം 551, ആലപ്പുഴ 456, പാലക്കാട് 364, കോട്ടയം 350, കണ്ണൂർ 303, കാസർഗോഡ് 224, പത്തനംതിട്ട 169, ഇടുക്കി 114, വയനാട് 84 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കേരളത്തിൽ കോവിഡ് രോഗികളെ ഡിസ്ചാർജ് ചെയ്യുന്നതിനുള്ള മാർഗരേഖ പുതുക്കിയതായി ആരോഗ്യമന്ത്രി കെ ശൈലജ. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ രോഗ തീവ്രതയനുസരിച്ച് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നതിനാണ് ഡിസ്ചാർജ് ഗൈഡ് ലൈൻ പുതുക്കിയത്. വിവിധ കാറ്റഗറികളിലായി തിരിച്ചാണ് രോഗികളെ ഡിസ്ചാർജ് ചെയ്യുന്നത്. രോഗലക്ഷണമില്ലാത്ത കോവിഡ് രോഗികളെ ആദ്യ പോസിറ്റീവായി 10ാമത്തെ ദിവസം റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്തണം. നെഗറ്റീവായാൽ ഡിസ്ചാർജ് ചെയ്യാം. കാറ്റഗറി എ, ബി വിഭാഗങ്ങളിലെ രോഗികളെ പോസിറ്റീവായി 10 ദിവസം കഴിഞ്ഞ് രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ ആന്റിജൻ ടെസ്റ്റ് നടത്താം. രാജ്യത്ത് തുടർച്ചയായ 6ാം ദിവസവും കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം 9 ലക്ഷത്തിൽ താഴെ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 63,509 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്ത് ഇപ്പോൾ ചികിത്സയിൽ ഉള്ളവരുടെ എണ്ണം 8,26,000 കവിഞ്ഞു. ഇന്നലെ 730 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ 1,10,586 ആയി. ലോകത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3,84,00,000 പിന്നിട്ടു. ഇതുവരെ 10,91,000-ലേറെ പേർ മരണമടഞ്ഞു. 2,88,00,000-ലേറെ പേർ രോഗമുക്തി നേടി. അമേരിക്കയിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 81 ലക്ഷത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ 2,20,000-ലേറെ പേർ മരിച്ചു. കോവിഡ് വാക്സിൻ, ചികിത്സ എന്നിവയ്ക്കായി വികസ്വര രാജ്യങ്ങൾക്ക് $12 ശതകോടി സഹായം നൽകാൻ ഇന്നലെ നടന്ന ലോകബാങ്ക് യോഗം തീരുമാനിച്ചു. 100 കോടിയോളം പേർക്ക് വാക്സിൻ ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. വികസിതമല്ലാത്ത രാജ്യങ്ങളും വാക്സിൻ ലഭ്യതയിൽ തുല്യത കൈവരിക്കാൻ ഇത് ഉപകരിക്കുമെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് ഡേവിഡ് മാൽപാസ് പറഞ്ഞു. ലോക സമ്പദ് വ്യവസ്ഥയുടെ മാന്ദ്യം പ്രതീക്ഷിച്ചിരുന്ന അത്രയും തീവ്രമാവില്ലെന്ന് അന്താരാഷ്ട്ര നാണയനിധി. ലോക സമ്പദ് വ്യവസ്ഥ 5.2% ചുരുങ്ങുമെന്നായിരുന്നു സംഘടന ജൂണിൽ ആഗോള സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറഞ്ഞത്. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇത് 4.4% ചുരുക്കമായി നിജപ്പെടുത്തി. കോവിഡ് വ്യാപനം രൂക്ഷമായതിന് പിന്നാലെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ. ചെക്ക് റിപ്പബ്ലിക്കിൽ വീണ്ടും ഭാഗിക ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്തു. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 169 പോയിന്റ് ഉയർന്ന് 40,794-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 36 പോയിന്റ് ഇടിഞ്ഞ് 11,971-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. IPL-ൽ ഇന്നത്തെ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഡൽഹി ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 75 രൂപയുടെ നാണയം പുറത്തിറക്കും. 8 ജൈവ സമ്പുഷ്ടീകൃത വിളകളുടെ 17 ഇനങ്ങൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ലോകബാങ്ക് ധനസഹായത്തോടെയുള്ള സ്റ്റാൾസ് പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. കേരളം ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾക്ക് പ്രയോജനം. രാജ്യത്തെ പ്രധാനപ്പെട്ട ഹൈവേകളിലും അതിവേഗ പാതകളിലും വൈദ്യുതി വാഹനങ്ങൾക്ക് ചാർജിംഗ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതി ക്ഷണിച്ചു. കേരളത്തിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 6244 പേർക്ക്. സംസ്ഥാനത്തെ കോവിഡ് ഡിസ്ചാർജ് മാർഗരേഖ പുതുക്കി. ലോകത്തെ സാമ്പത്തിക മാന്ദ്യം പ്രതീക്ഷിച്ചത്ര തീവ്രമാവില്ലെന്ന് IMF. യൂറോപ്യൻ രാജ്യങ്ങളിൽ വീണ്ടും കോവിഡ് വ്യാപനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഇനി രാത്രി 9 മണിക്ക്.